മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. ക്രിസ്തുവിൽ കൂടെ അല്ലാതെ ജീവരക്ഷ കിട്ടത്തില്ല. രക്ഷയുടെ സാന്നിധ്യം അല്ലെ, രക്ഷ ലഭിക്കുക എന്ന് പറയുമ്പോൾ നിത്യമായ ജീവനെ പ്രാപിക്കുക എന്നുള്ളതാണ്. ഈ ലോകത്തിൽ എത്ര നാൾ ജീവിച്ചാലും 100-120 വയസ്സ് കഴിയുമ്പോൾ നമ്മൾ മരിക്കും. പക്ഷെ ആ മരിക്കുന്നതിന് മുൻപ് ഈ ലോകത്തിൽ വെച്ച് നമുക്കൊരു തീരുമാനമെടുക്കാം, നിത്യമായ ജീവൻ ദൈവത്തോടുകൂടി വേണമോ വേണ്ടയോ. നിത്യമായ ആത്മാവിനെ ദൈവം നമുക്ക് തരുന്നത് പിതാവും മക്കളുമായിട്ട് ദൈവസന്നിധിയിൽ ഒന്നിച്ച് സന്തോഷിക്കാനാണ്. അത് ഇന്ന് ക്രിസ്തുവിൽ നമ്മൾ രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ നമുക്ക് നിത്യമായ ആത്മാവിനെ ലഭിച്ചു. മരണത്തിന് നമ്മുടെ മേൽ സ്വാധീനം ഇല്ല. ജീവിക്കുന്ന ആത്മാവുള്ളവർക്ക് എന്ന് മരണമെന്നുള്ളതല്ല, ജീവിക്കുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി നിത്യമായ ജീവൻ തുടങ്ങിക്കഴിഞ്ഞു. അതിനുവേണ്ടി മരിക്കേണ്ട ആവശ്യമില്ല. ടുഡേ ഈസ് ദ ഡേ. റിസീവ് ക്രൈസ്റ്റ് ഇൻ യുവർ ഹാർട്ട് ആൻഡ് സ്റ്റാർട്ട് ദ ഇറ്റേണിറ്റി ഇൻ ക്രൈസ്റ്റ് ജീസസ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിനെ കാണുകയില്ല. ദൈവസത്യം നമ്മുടെ കണ്ണുകൾ തുറക്കണം.